ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ളതല്ല, മറിച്ച് സാമൂഹ്യമായിട്ട് സാമുദായികമായിട്ടുള്ള ഒരു അവഹേളനം എന്ന നിലയ്ക്ക് വേണം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയെ കാണാൻ. കാരണം മുസ്ലിം മതവിഭാഗത്തിലുള്ള ആൾക്കാർ, മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ, അവരെ മൊത്തത്തിൽ തന്നെ ഇകഴ്ത്തുന്ന രീതിയിലത്തേക്കും, അവരെ പൊതുസമൂഹം ഒരു അവജ്ഞയോടെ കാണാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലത്തേക്കും, ഇവരെന്തോ വലിയ പാപികളാണ്, വലിയ കുറ്റക്കാരാണ്, തീവ്രവാദികളാണ് എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലത്തേക്കുമുള്ള വളരെ അപക്വമായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരള രാഷ്ട്രീയത്തിൽ ഒറ്റയാനെ പോലെ ഓടി നടന്നുകൊണ്ടിരുന്ന ആളായിരുന്നു PC ജോർജ്. ഇത്തരക്കാർ അവസാനം എവിടെയാണ് ചെന്നെത്തുക? അവിടെ തന്നെ PC ജോർജും ചെന്നെത്തി ബി ജെ പിയിലെത്തിയ ഉടനെ താനാണ് യഥാർത്ഥ BJP-ക്കാരൻ എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ഒരു പ്രത്യേക സമുദായത്തിന് എതിരെ നിരന്തരം ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ കേസുകൾ നിരവധി വന്നു. നേരത്തെയൊക്കെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ BJP നേതാക്കൾ ഓടിയെത്താറുണ്ട്. കേന്ദ്രമന്ത്രി V മുരളീധരൻ നേരത്തെ PC ജോർജിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കാണാൻ വന്നു. അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ എത്തിയത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനായിരുന്നു. പക്ഷേ മെല്ലെ BJP നേതാക്കളും കൈയൊഴിയാൻ തുടങ്ങി. ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ആരുമില്ല കൂടെ, ഒരു ദേശീയ നേതാവുമില്ല, ഇതിനേറെ പറയുന്നു സംസ്ഥാന നേതാക്കൾ പോലുമില്ല. ഉണ്ടായിരുന്നത് പത്തനംതിട്ടയിലെ ഏതാനും പ്രാദേശിക നേതാക്കൾ മാത്രം. അവർ എത്തിയത് അവസാനം കോടതിയിൽ വരെ, അതിനപ്പുറത്തേക്ക് പോയതുമില്ല. BJP നേതൃത്വം പൂർണ്ണമായും PC ജോർജിനെ കൈയൊഴിഞ്ഞു. BJP നേതൃത്വം മാത്രമല്ല, BJPക്ക് വേണ്ടി, സംഘപരിവാറിന് വേണ്ടി നിരന്തരം ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ശ്രീജിത്ത് പണിക്കർ പോലും തള്ളിപ്പറഞ്ഞു PC ജോർജിനെ. അതാണ് ഏറ്റവും ദുരന്തം. PC ജോർജിന് ഇപ്പോൾ ആരുമില്ലാതായി. PC ജോർജ് പറഞ്ഞത് ഒരു സമുദായത്തെ അവഹേളിക്കുന്ന തരത്തിലായിരുന്നു. നേരത്തെ അധികം മാപ്പ് പറയേണ്ടതായിരുന്നു എന്നൊക്കെയാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലിലാണ് അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ BJP നേതൃത്വം, സംഘപരിവാർ നേതൃത്വം പൂർണ്ണമായും PC ജോർജിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ശ്രീജിത്ത് പണിക്കരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അപ്പൊ നമ്മള് വളരെ പക്വതയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. ആ പക്വത ഒരുപക്ഷെ ശ്രീ PC ജോർജിൽ ഉണ്ടായില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന നടത്തിയത്. സ്വയമേവ ആദ്യം തന്നെ, അല്ലെങ്കിൽ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു വീണ്ടും വിചാരം ഉണ്ടായി തിരുത്താമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഏതെങ്കിലും ആൾക്കാർ തീവ്രവാദത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അതിന് ഏതെങ്കിലും സംഘടനകളുടെ പിൻബലം ഉണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും അവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ തന്നെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാലും അതൊരു അസത്യ പ്രസ്താവന ആകുന്നില്ല. ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ളതല്ല, മറിച്ച് സാമൂഹ്യമായിട്ട് സാമുദായികമായിട്ടുള്ള ഒരു അവഹേളനം എന്ന നിലയ്ക്ക് വേണം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയെ കാണാൻ. കാരണം മുസ്ലിം മതവിഭാഗത്തിലുള്ള ആൾക്കാർ, മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ, അവരെ മൊത്തത്തിൽ തന്നെ ഇകഴ്ത്തുന്ന രീതിയിലത്തേക്കും, അവരെ പൊതുസമൂഹം ഒരു അവജ്ഞയോടെ കാണാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലത്തേക്കും, ഇവരെന്തോ വലിയ പാപികളാണ്, വലിയ കുറ്റക്കാരാണ്, തീവ്രവാദികളാണ് എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലത്തേക്കുമുള്ള വളരെ അപക്വമായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അതൊരിക്കലും അദ്ദേഹം പറയാൻ പാടില്ലാത്ത ഒരു നാക്കുപിഴയാണെങ്കിൽ പോലും ആ സമയത്ത് തന്നെ തിരുത്തേണ്ടിയിരുന്ന ഒരു പ്രസ്താവനയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രസ്താവന വരുന്നു. അതിനെ എനിക്ക് തോന്നുന്നില്ല ആരും ഓണപ്പ് ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ഒരു വിഭാഗത്തിനെ നമുക്ക് അങ്ങനെ അടച്ച് ആക്ഷേപിക്കാനായിട്ട് സാധ്യമല്ല. ഇതാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. എന്ന് വെച്ചാൽ BJPയും സംഘപരിവാറും പൂർണ്ണമായും PC ജോർജിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ PC ജോർജും തിരിച്ച് പണി കൊടുത്തു തുടങ്ങി. അദ്ദേഹം പോലീസിന് കൊടുത്ത മൊഴിയുണ്ട്. ആ മൊഴി BJP നേതാക്കളെ, ജനൻ TVയെ, എന്തിനു പറയുന്നു, ജനൻ TVയുടെ ആങ്കറെ പോലും കുരുക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവിടെ പങ്കെടുത്ത, എന്ന് വെച്ചാൽ അന്ന് ചർച്ചയിൽ പങ്കെടുത്ത, ജനൻ TVയിലെ ചർച്ചയിൽ പങ്കെടുത്തവർ എല്ലാവരും സാക്ഷികളായോ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റം ചെയ്തവരോ ആയി മാറുന്ന അവസ്ഥയിലേക്കാണ് കാര്യം പോകുന്നത്. ഒന്നാം പ്രതി ജനൻ TV ആയി മാറുന്നു എന്നതാണ്. എന്താണ് PC ജോർജ് പറഞ്ഞത്? എന്നെ പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നാണ്. ചാനൽ ചർച്ചയിൽ പ്രകോപനപരമായ സാഹചര്യമുണ്ടായി എന്നാണ് PC ജോർജ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ചാനൽ ചർച്ചയിൽ പ്രകോപനപരമായ സാഹചര്യമുണ്ടായി, എന്നെ പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് വെച്ചാൽ ചാനലിൽ ഇരുന്ന് ആരോ PC ജോർജിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അത് ആരാണ് എന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ്. അതിന് കൃത്യമായ മൊഴി
കൃത്യമായ തെളിവ് PC ജോർജ് പോലീസിന് നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ ജനൻ TV-യുടെ ഭാരവാഹികൾ നേതൃത്വത്തിൽ നിൽക്കുന്നവർ പോലും കേസിൽ പ്രതിയാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് PC ജോർജ് ബോധപൂർവം പറഞ്ഞു തന്നെയാണ്. കാരണം അദ്ദേഹം അത് പറയും. കാരണം അദ്ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവർ ഒന്നും അദ്ദേഹത്തോടൊപ്പമില്ല. BJP നേതാക്കളില്ല, സംഘപരിവാറിന്റെ നേതാക്കളില്ല. അദ്ദേഹം പൂർണ്ണമായും ഒറ്റപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ എന്നെ ഒറ്റപ്പെടുത്തിയവരെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എന്ന വാശി എല്ലാ കാലത്തും കൊണ്ടു നടക്കുന്ന ആളാണ് PC ജോർജ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് PC ജോർജ് തിരിച്ച് സംഘപരിവാറിന് പണി കൊടുത്തു തുടങ്ങിയത്. അത് ഇനിയും തുടരും എന്ന് തന്നെയാണ് PC ജോർജിനെ അറിയുന്നവർ പറയുന്നത്. എന്ന് വെച്ചാൽ PC ജോർജും സംഘപരിവാറും രണ്ടു വഴിക്ക് നീങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എല്ലാ കാലത്തും സംഘപരിവാറിനോടൊപ്പം നിൽക്കും എന്നൊക്കെ പ്രഖ്യാപിച്ച് വന്ന ആളെ പുറങ്കാൽ കൊണ്ട് തട്ടിമാറ്റുന്ന സംഘപരിവാർ നേതാക്കളെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ജനൻ TV-ക്ക് ഒരു പണി കൊടുത്ത് കളയാം എന്ന് PC ജോർജ് വിചാരിച്ചത് എന്നുമാണ് PC ജോർജിനോട് അടുപ്പമുള്ളവർ പറയുന്നത്. PC ജോർജിനെ അറിയുന്നവർക്കറിയാം PC ജോർജിന്റെ മനസ്സ് നൊന്താൻ അതിന് ഏതറ്റം വരെയും പോയി പ്രതികാരം ചെയ്യുന്ന ആളായിരുന്നു നേരത്തെയുള്ള PC ജോർജ്. ഇനിയിപ്പോൾ ജയിലിലൊക്കെ കിടന്ന് പോലീസും കേസും ഒക്കെ ആയ സാഹചര്യത്തിൽ ഒന്ന് പദം വരുമോ എന്നറിയില്ല. പക്ഷേ PC ജോർജ് പണി കൊടുത്തു തുടങ്ങി സംഘപരിവാറിന് എന്നാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ സംഘപരിവാറിന്റെ നേതാക്കൾ, വക്താക്കൾ എല്ലാവരും PC ജോർജിനെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ PC ജോർജ് രാഷ്ട്രീയമായി പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ.